കർഷകർ ഇനിയും അടങ്ങിയിട്ടില്ല. രാജ്യതലസ്ഥാനം വീണ്ടും കർഷക സംഘടനകളുടെ പ്രതിഷേധത്തിന് വേദിയാകുകയാണ്. പുതിയ കാർഷിക നിയമങ്ങൾ പ്രകാരം നഷ്ടപരിഹാരവും ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ടാണ് കർഷകരുടെ നേതൃത്വത്തിൽ ഇന്ന് മാർച്ച് ആരംഭിക്കുന്നത്. യുപിയിൽ നിന്നുള്ള കർഷകരുടെ നേതൃത്വത്തിലാണ് മാർച്ച്. മാർച്ചിന് തങ്ങൾ തയ്യാറാണ്. ഇന്ന് നോയിഡയിലെ മഹാമായ മേൽപ്പാലത്തിനു താഴെ ഉച്ചയ്ക്ക് 12 മണിയോടെ ഞങ്ങൾ മാർച്ച് ആരംഭിക്കും. ഉച്ചയോടെ ഡൽഹിയിലെത്തും. പുതിയ നിയമങ്ങൾ അനുസരിച്ച് നഷ്ടപരിഹാരവും ആനുകൂല്യങ്ങളും ആവശ്യപ്പെടുമെന്നാണ് ഭാരതീയ കിസാൻ പരിഷത്ത് നേതാവ് സുഖ്ബീർ ഖലീഫ പറഞ്ഞത്. ശംഭു അതിർത്തിയിൽ പ്രതിഷേധിക്കുന്ന കർഷകർ ഡിസംബർ 6-ന് മാർച്ചിന്റെ ഭാഗമാകുമെന്ന് കിസാൻ മസ്ദൂർ സംഘർഷ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സർവാർ സിംഗ് പന്തർ പറഞ്ഞു. ഫെബ്രുവരി 13 മുതൽ ഈ കർഷകർ ശംഭു ഖനൌരി അതിർത്തിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഡൽഹിയിലേക്കുള്ള ഇവരുടെ മാർച്ച് തടഞ്ഞ സാഹചര്യത്തിലാണിത്. കർഷകർ ദിവസവും രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാകും നടക്കുകയെന്നും സംഘടനകൾ അറിയിച്ചു. പ്രധാനമായും 5 ആവശ്യങ്ങളാണ് കർഷകർ ഉന്നയിക്കുന്നത്. പഴയ ഏറ്റെടുക്കൽ നിയമപ്രകാരം 10% ഭൂമി അനുവദിക്കുക, കൂടാതെ 64.7% നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുക. 2014 ജനുവരി 1-ന് ശേഷം ഏറ്റെടുത്ത ഭൂമിക്ക് വിപണി വിലയുടെ 4 ഇരട്ടി നഷ്ടപരിഹാരവും 20% ഭൂമിയും നൽകുക. ഭൂരഹിത കർഷകരുടെ മക്കൾക്ക് തൊഴിലും പുനരധിവാസവും ഉറപ്പാക്കുക. ഉന്നതാധികാര സമിതി പാസാക്കിയ വിഷയങ്ങളിൽ സർക്കാർ ഉടൻ ഉത്തരവിറക്കുക. ജനവാസ മേഖലകളിൽ ശരിയായ പരിഹാരം ഉറപ്പാക്കുക എന്നിങ്ങനെയാണ് കർഷകരുടെ ആവശ്യം. അതേസമയം മാർച്ചിന്റെ പശ്ചാത്തലത്തിൽ നോയിഡ ഡൽഹി അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ചില്ല DND ബോർഡർ, മഹാമായ ഫ്ലൈ ഓവർ എന്നിവയ്ക്ക് സമീപം കൂടുതൽ സേനയെ വിന്യസിക്കുമെന്ന് കമ്മീഷണർ ശിവഹാരി മീണ അറിയിച്ചു. മേഖലയിൽ വാഹന പരിശോധനയും ശക്തമാക്കും. ചില റൂട്ടുകൾ വഴിതിരിച്ചുവിട്ടിട്ടുണ്ട്. ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ മെട്രോയെ ആശ്രയിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു. അതേസമയം മുൻപ് വൈദ്യുതി നിയമം 2020 റദ്ദാക്കൽ, ലംഘിപൂർ ഖേരിയിൽ കൊല്ലപ്പെട്ട കർഷകർക്കുള്ള നഷ്ടപരിഹാരം, കർഷക പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ടവർക്കെതിരായ കേസുകൾ പിൻവലിക്കൽ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകർ സമരം നടത്തിയത് ശ്രദ്ധേയമായിരുന്നു. അന്ന് അർദ്ധരാത്രിക്ക് ശേഷം ഈ വിഷയങ്ങളിൽ ധാരണയിലെത്തിയെങ്കിലും 2 വർഷം മുൻപ് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർഷകർ തങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചുനിന്നത്.